എല്ലാവർക്കും നാടൻ ഹോബിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സുനിത വിനോദ്. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, സൂപ്പർ ടേസ്റ്റ് റെസിപ്പി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഫിഷ് നിർവാണയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിഷ് നിർവാണ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 ഫിഷാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. എന്നിട്ട് അത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വരഞ്ഞെടുക്കില്ലേ, അതേപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. എന്നിട്ട് മസാലയെല്ലാം പുരട്ടണം. ഇനി ഒരു ബൗളെടുത്തതിന് ശേഷം പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മുളക് പൊടി 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, നാരങ്ങാനീര് 3 ടീസ്പൂൺ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. മീൻ വരഞ്ഞു വെച്ചിട്ടുള്ള ആ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ആ മസാല തേച്ച് പിടിപ്പിക്കണം. ഉള്ളിലും തലയുടെ ഭാഗങ്ങളിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ മസാല പിടിക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ച് മീനൊന്ന് പൊള്ളിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം പൊള്ളിച്ചെടുക്കേണ്ടത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിൽ കൂടുതലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓയിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മീൻ്റെ അടിവശം കരിയാതെ നോക്കണമെന്ന് മാത്രം. ലൈറ്റായി ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. അധിക നേരമൊന്നും വിട്ട് ഫ്രൈ ചെയ്യരുത്. ഇനിയൊന്ന് മറിച്ചിടാം. ഇത്രയും ഫ്രൈ ആയാൽ മാത്രം മതി. അടുത്ത സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ കടായിൽ തന്നെ ഒരു വാഴയില വയ്ക്കാം. നേരത്തെ പൊള്ളിച്ച് വെച്ച ഫിഷ് അതിലേക്ക് വയ്ക്കാം. ഇനി ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുക്കണം. 1 കപ്പ് ആയാലും മതി. ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങയോ 1.5 കപ്പ് തേങ്ങയോ എടുത്തിട്ട് അതിൽ ഒരു 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി. അതുപോലുള്ള ഒരു തവി എടുത്തിട്ട് തേങ്ങാപ്പാലിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ആ 1.5 കപ്പ് പാലും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലായിരിക്കണം സ്റ്റവ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഇനി ഒരു 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുക. കുറച്ച് കുറച്ചായി ചേർത്തുകൊണ്ടിരിക്കുക. ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർക്കുക. 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇടാം. അത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ അത്രയും നല്ലതാണ്, ടേസ്റ്റ് കൂടും. തേങ്ങാപ്പാൽ ഇങ്ങനെ എടുത്ത് ഫിഷിൻ്റെ പുറത്തോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ മീനിലേക്ക് തേങ്ങാപ്പാലിൻ്റെയും പെപ്പറിൻ്റെയും ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഒരു സത്ത് അതിലേക്ക് ഇറങ്ങിച്ചെല്ലും. ആ തേങ്ങാപ്പാലിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനത് ഇട്ടിട്ടുണ്ട്, വീഡിയോയിൽ വന്നിട്ടുണ്ടോയെന്നറിയില്ല. ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വച്ചാൽ മതി.
ഫിഷ് നിർവാണ റെഡിയാകും. കൂടുതൽ നേരമൊന്നും ഇട്ട് തിളപ്പിക്കരുത്, അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഈ കറി സൂപ്പർ ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ ഇത് കഴിക്കാൻ, ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സ്റ്റവിൽ നിന്ന് മാറ്റാം. ഫിഷ് നിർവാണ റെഡി ആയിട്ടുണ്ട്. ഇനി കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം. സൂപ്പർ ടേസ്റ്റാണ്. എന്താ പറയണ്ടതെന്നറിയില്ല. പെപ്പറും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ്, തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർന്ന ഒരു സൂപ്പർ ടേസ്റ്റ്.